കാസർഗോഡ് നീലേശ്വരം പള്ളിക്കരയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ദമ്പതികൾ പെരുവഴിയിലായി. ദമ്പതികളുടെ വീടും സ്ഥലവും യൂണിയൻ ബാങ്കാണ് ജപ്തി ചെയ്തത്. മുണ്ടേമാടിലെ പത്മനാഭൻ ദേവി ദമ്പതികളാണ് പ്രതിസന്ധിയിലായത്. മകളുടെ കല്യാണത്തിനായി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്. എന്നാൽ മകൾ സജിത ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് ദമ്പതികൾ പറയുന്നു. അർജുൻ കല്യാട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, മോൾക്ക് വേണ്ടി എടുത്ത വായ്പയാണ് എന്നിട്ടിപ്പോൾ മാതാപിതാക്കൾ പെരുവഴിയിലാകുമ്പോൾ അതേ മകൾ തിരിഞ്ഞു നിൽക്കുകയാണോ? തീർച്ചയായും സുജി, അതായത് മകളുടെ കല്യാണത്തിന് വേണ്ടിയാണ് മുണ്ടേമാടിയിലെ പത്മനാഭനും അതുപോലെ തന്നെ ദേവിയും 25 ലക്ഷത്തോളം രൂപ യൂണിയൻ ബാങ്കിൽ നിന്നും വായ്പയായി എടുത്തത്. എന്നാൽ ആ വായ്പ തിരിച്ചടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. മകൾ തിരിഞ്ഞു നോക്കുന്നുമില്ല. മകളോടും അതുപോലെ തന്നെ മകനോടുമൊക്കെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അവർ ആരും തന്നെ തങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള പരാതിയാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരോട് വീട്ടിൽ നിന്നും ഇറങ്ങി അവിടെ നിന്നും മാറാൻ വേണ്ടി കഴിഞ്ഞ ദിവസം അവിടെ എത്തി ഈ ജപ്തി ഭീഷണിയെ തുടർന്ന് വീട്ടിൽ നിന്നും മാറാൻ വേണ്ടി യൂണിയൻ ബാങ്കിൻ്റെ അധികൃതർ അവിടെ എത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണവുമുണ്ട്. അതോടുകൂടി തന്നെ ഇവരിപ്പോൾ പെരുവഴിയിലാണ് കഴിയുന്നത്. താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഷെഡിലാണ് ഈ പറയുന്ന ദമ്പതികൾ ഇപ്പോൾ താമസിക്കുന്നത്. വന്ധ്യവയോധികരായിട്ടുള്ള ആ ദമ്പതികളെ ഇങ്ങനെ പെരുവഴിയിലേക്ക് ഇറക്കിവിട്ട മക്കളുടെ കരുണയില്ലാത്ത പ്രവൃത്തി, അതോടൊപ്പം തന്നെ അതിനേക്കാൾ കരുണയില്ലാത്ത പ്രവൃത്തി കാണിച്ച ബാങ്ക്, ഇതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. എന്തായാലും വലിയ ദുരിതത്തിലാണ് ആ കുടുംബം ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതെങ്കിലും തരത്തിൽ അവരെ സഹായിക്കാൻ കഴിയുമോ? ഏതെങ്കിലും സുമനസ്സുകൾ അവരെ സഹായിക്കുമോ? അതടക്കം അറിയേണ്ടതുണ്ട്. അവർക്ക് ഈ രാത്രി കഴിച്ചുകൂട്ടാൻ ഒരു സ്ഥലം വേണം. അച്ഛനും അമ്മയുമാണ് എന്ന ആ മകൾ ഈ വാർത്ത കാണുമ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. മകൾ സജിത ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിനായിട്ടാണല്ലോ ആ അച്ഛനും അമ്മയും ഒക്കെ ആ വീടും സ്ഥലവും പണയപ്പെടുത്തിയത്. അത് നിങ്ങളും അറിഞ്ഞതല്ലേ സജിത? എന്നിട്ടും ജപ്തി ചെയ്ത് അവർ പുറത്തിങ്ങനെ ഇരിക്കുമ്പോൾ ആ താക്കോലിട്ട് പൂട്ടി താഴ് സീൽ ചെയ്ത് അതിന് പുറത്തിരിക്കുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ് എന്ന് സജിത ഇത് കാണുന്നുണ്ടെങ്കിൽ ഓർക്കണം. അല്ലെങ്കിൽ സജിതയെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ട് പള്ളിക്കരയിലെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരു കിടപ്പാടം ഒരുക്കി കൊടുക്കണം. അവരെ അങ്ങനെ കൈയൊഴിയരുത്.